ഖസാക്കിൻ്റെ ഇതിഹാസവും വായിക്കണം, ഫേസ്ബുക്കിലെ പുതിയ ചർച്ചകളും വായിക്കണം, ബ്ലോഗും വായിക്കണം. ഇതിനൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കില്ലേ? അടിസ്ഥാനപരമായി നല്ല ഭാഷ പഠിക്കണം. ആദ്യം വായിക്കേണ്ട വൈലോപ്പിള്ളിയുടെ ആ ഒരു പ്രസിദ്ധമായ കവിതയാണ്. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂ. മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ മണവും മമതയും മമതയും ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂ. ഭാഷയ്ക്കും ഇതേ വിശുദ്ധിയാണ് വേണ്ടത്. വിഷുവാവണമെങ്കിൽ വിഷുവിന് കണിക്കൊന്നയും കണിവെള്ളരിയും വേണം. പ്ലാസ്റ്റിക് വെള്ളരി പോരാ, മലയാളവും വേണം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഭാഷയെന്ന് പറയുന്നത് ജീവിതമാണ്, സംസ്കാരമാണ്, അതിൻ്റെ ഓർമ്മയാണ്, അതിൻ്റെ നിധിയാണ്. അപ്പോൾ നാം ജീവിക്കുന്നത് ഇപ്പോൾ വിഷു എന്ന് പറയുന്നത് എന്നാ? വിഷു 14 എന്നാണ് പറഞ്ഞത്. അല്ല, മേടം 1 ഏപ്രിൽ 14. അതാണ് മലയാളം. മലയാളം ഒരു ഓർമ്മയാണ്, സംസ്കാരമാണ്, ജീവിതമാണ്. അപ്പോൾ ഏപ്രിൽ 14 എന്ന് പറഞ്ഞ് നമ്മൾ ശീലിച്ചു പോയപ്പോൾ നമ്മുടെ ചിന്ത, വികാരം, നമ്മുടെ ഓർമ്മ എല്ലാം മാറിപ്പോയി. അതായത് നമ്മൾ വേറൊരു കലണ്ടറിൻ്റെ അടിമയായി. അതാണ് പ്രശ്നം. തീർച്ചയായും നാഷ് ഇനി വരുന്ന ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തലമുറ എങ്ങനെയായിരിക്കും ഇതിന് ഉത്തരം പറയാൻ സാധ്യത ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ? ഈ പറഞ്ഞത് ഞങ്ങൾ മാറണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് മാറാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഷോ ചെയ്യുന്നതിന് കാരണം കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി. ഈ ജനറേഷൻ മാറി വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് വന്നതിന് ശേഷം ഓക്കെ ഞാൻ ഇങ്ങനത്തുള്ള ഷോ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ എന്നെ വിളിക്കുന്ന കോളർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഷോയിൽ നല്ല മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ. മംഗ്ലീഷ് എന്ന സോ കോൾഡ് മംഗ്ലീഷ് എന്ന സാധനം ഞാൻ സംസാരിക്കില്ല എന്ന് എനിക്ക് തീരുമാനിക്കാം. ഈ പുതിയ ജനറേഷന് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ബേസിക്കലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. ഇങ്ങനെ എങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ചാനൽ മേധാവികളും ഇതിൻ്റെ മേലുള്ള ആൾക്കാരൊക്കെ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത് മതി, നീ ഇനി പറഞ്ഞ പിള്ളേരെ കൂടെ നശിപ്പിക്കണ്ട. കച്ചവടത്തെ അല്ല നമുക്ക് പറയുന്നത്. ടി വിക്ക് വേണ്ടി ഭാഷ, വേറൊരു കാര്യം വേണ്ടി ടി വി ആവണം. ടി വിക്ക് വേണ്ടി ഭാഷയാവില്ല, ഭാഷയ്ക്ക് വേണ്ടി ടി വി ഉണ്ടാവും. സാർ അതൊക്കെ ചാനലുകൾ നിലവാരം കുറയ്ക്കാൻ മത്സരിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അതെ, നിലവാരം കുറയ്ക്കാനാ മത്സരം, നിലവാരം കൂട്ടാനല്ല. അതും കൂടി ഒരു പ്രശ്നമാണ്, കച്ചവടത്തിന്റെ ഒരു പ്രശ്നം. കച്ചവടം എന്ന് പറയുന്നത് ഏറ്റവും വികൃതമായ രൂപത്തിൽ പോവാം. ഇപ്പോൾ കഞ്ചാവ് വളരെ പോപ്പുലറൈസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം വാങ്ങിപ്പോകുന്ന അതായിരിക്കും, പക്ഷെ കഞ്ചാവ് നമുക്ക് വിൽക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ബോധവും ചാനലിന്റെ ആൾക്കാർക്ക് വേണം. ഡിമാൻഡിനെ മാത്രം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലും പ്രശ്നമാണ്. എന്ന് പറയുന്നത് പോലെ നമുക്ക് ബോധപൂർവമായ പരിശ്രമങ്ങൾ ഭാഷയുടെ കാര്യത്തിൽ, ഭാഷാ പോഷണത്തിനും ഭാഷാ സംരക്ഷണത്തിനും വേണ്ടി ഉണ്ടായേ പറ്റൂ. അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കണം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പല പദങ്ങളും, ഒരുപാട് വാക്കുകൾ മലയാളത്തിൽ മരിച്ചുകൊണ്ടിരിക്കുക. മലയാളം തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ഭാഷാശാസ്ത്രത്തിലൊരു സിദ്ധാന്തമുണ്ട്, ഇരട്ടത്വം എന്ന് പറയുന്നത്, ഡൈഗ്ലോസിയ എന്ന് പറയുന്ന ഭാഷാ മരണ സിദ്ധാന്തം. ഭാഷാ മരണത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് കാറ്റൻ്റെ ഫീറ്റിൽ മാന്തിയപ്പോഴത്തേക്ക് ടൈൽ പിടിച്ച അത് പറയുന്നത്. അതൊരു ഇരട്ടത്വമാണ്, അത് ഭാഷാ മരണത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് പദങ്ങൾ മരിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ്, സാധാരണ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതിൻ്റെ അതിന് പറ്റിയ മലയാള പദം അറിയാമോ? വളരെ മനോഹരമായ മറ്റൊരു പദം ഇവിടെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, ഇളംപോലം എന്ന് പറഞ്ഞൊരു മനോഹരമായ പദം. ഇതുപോലെ എത്രയോ പദങ്ങളുണ്ട്. മാണം, ഈണം, ഇങ്ങനെയുള്ള ഒരുപാട് പദങ്ങൾ നാണം കെട്ട് മറക്കുകയാണ് മലയാളി. അതാണ് സത്യം. അതൊക്കെ അത്തരം ഭാഷയുടെ ഇതിനോട് ഞാൻ ചോദിക്കുന്നത്, കാരണം ഇളംപോലം എന്ന് പറയുന്നത് 11 മണിക്ക് കഴിക്കുന്ന ആഹാരമാണ്. ഇളംപോലത്തേക്ക് കഴിക്കാൻ പോകുന്നു നല്ല മലയാളമാണ്. അന്നെല്ലാം പണിയെടുത്ത് കഴിഞ്ഞാൽ ആ നേരത്തെ അധ്വാനിക്കുന്ന മലയാളി എപ്പോഴേ ഭക്ഷണം കഴിക്കും. ഈ ഇളംപോലം സാർ ഇളംപോലത്തേക്ക് കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ ആരും ഇത് പറഞ്ഞു കേട്ടില്ല. നാട്ടുപുറത്ത് എന്നാ കേൾക്കാം, നാട്ടുപുറത്തുണ്ട്. അതൊരു സംസ്കാരം മാറുമ്പോൾ ചില വാക്ക് പോവാ, നമുക്ക് നിവൃത്തിയില്ല. ഈ പദം ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടുംപുറത്ത് ജോലിക്ക് വരുന്നവർ രാവിലെ ഈ ഹോട്ടലിലോ ഒരിടത്തും പോയി ഭക്ഷണം കഴിച്ചിട്ടല്ല വരുന്നത്. അവരാദ്യം പണിക്ക് കയറുന്നു. പണിക്ക് കയറിയിട്ട് അല്പനേരം ജോലി ചെയ്തിട്ട് ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് ഇളം പകലത്തേക്കുള്ളത്. ഇളം പകൽ എന്ന് പറഞ്ഞാൽ
പ്രഭാതം എന്ന് തന്നെ അർത്ഥം. അത് പഴയ തമിഴാണ്. മുതുവേനൽ, ഇളം വേനിർ, മുതുവേനിർ, പനി, മുതുപ്പനി എന്ന് പറഞ്ഞാൽ കടുത്ത തണുപ്പാണ്. അതുപോലെ ഇളം പകൽ എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. അത് നമ്മുടെ പഴന്തമിഴാണ്. അപ്പോൾ ഇത് ഒരിക്കലും മോശപ്പെട്ടൊരു വാക്കല്ല. ഇനി ജോലി ചെയ്ത് വെളുപ്പാങ്കാലം ആയി 12 കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഈ വാക്ക് ഇളം പകൽ. അതെച്ചാ അപ്പോഴാണ് കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ പക്ഷെ രാവിലെ 11 മണിക്കാണ് ഇത് ആയിപ്പോയി കഴിക്കുക അല്ലേ? ഇല്ല, 10 മണിക്കൊക്കെയാണ് കഴിക്കുക. കഴിക്കുക അവരുടെ അതെ, ഈ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ കഴിക്കുക, പ്രാതലാണ്. അത് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് പോലും ഒഴിവാക്കി അല്ല, പിസ്സ അന്ന് ബർഗറിൽ അങ്ങനെയാണ് പോകുന്ന പണിയെടുത്ത് പുതിയ കഴിഞ്ഞിട്ടാ തലമുറയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. തൽക്കാലം ഈ വാക്ക് ചിന്തിക്കാൻ കഴിയില്ല. പറ്റില്ല. അല്ല ഇപ്പൊ ഞങ്ങൾ എല്ലാരും ഞാനും പിന്നെ നാശം ഒരു നോക്കൂ, വിഭാഗം സംപ്രേഷണം എന്ന വാക്ക് ഉപയോഗിച്ച് അത് സ്വീകരിച്ചവനാണ് മലയാളി. സമ്മതിദായകൻ എന്ന നാക്കി കൊള്ളൂല എന്ന് വിചാരിച്ചെങ്കിലും നമ്മളിതിപ്പോൾ ഉപയോഗിച്ചു. ശരി. കോൺസ്റ്റിറ്റ്യുവൻസിക്ക് നിയോജക മണ്ഡലം എന്ന വാക്ക് ഇപ്പോൾ പറയാൻ നമുക്കൊരു മടിയും ഇല്ല. ഇലക്ട്രിസിറ്റിക്ക് വിദ്യുത് ശക്തി എന്ന ഇത്തിരി കട്ടിയുള്ള അതിമനോഹരമായ പദം പറയാനും നമുക്ക് മടി ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ എല്ലാ പദങ്ങളും നമുക്ക് വേണമെങ്കിൽ പറയാം, ഉപയോഗിക്കാതെ. പിന്നെ വേറൊരു കാര്യം കൂടെ, സാർ, ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ വാക്കുകൾ ഉണ്ട്. അത് എന്തുകൊണ്ട് മീഡിയയിൽ കൂടെ കാണിച്ചുകൂടാ? അങ്ങനെ എന്തുകൊണ്ടാണ് കാണിച്ചുകൂടാ? പരിചയിച്ചാൽ കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വാക്കുകൾ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് ഇപ്പൊ പൊതുവെ മീഡിയ ആണ് ഏറ്റവും നല്ലത്. TV അതൊക്കെയാണ് നമുക്ക് കുട്ടികളെ എളുപ്പം അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. എന്ന് വെച്ചാൽ ഒരു വാക്ക് എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്. അങ്ങനെ ഒരു വാക്കെന്ന് പറയുമ്പോൾ ഒരു ജീവിതം കൂടിയാണ്. തകഴിയുടെ 2 ഇടങ്ങളിൽ പുട്ടിൽ എന്നൊരു പദമുണ്ട്. പുട്ടിൽ ഇന്ന് ആർക്കും അറിഞ്ഞുകൂടെ ഈ പുട്ടിൽ എന്താണെന്ന്. പണ്ട് പുട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുടെ മക്കളുടെ മക്കൾക്കും പുട്ടിൽ എന്താണെന്നറിയില്ല. എന്തുകൊണ്ട്? അത് സമൂഹത്തിൽ നിന്നും മാഞ്ഞുപോയി. പക്ഷേ ആ ഒരു പ്രത്യേക പുട്ടിലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിയ ജീവിതത്തിൽ നിന്നാണ് ആ വാക്കുണ്ടായത്. അപ്പോൾ ഒരു വാക്ക് അതിൻ്റെ പിന്നിലുള്ള ഒരു നിർമ്മാണ പ്രക്രിയയെ, ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനെ, ഒരു ചരിത്രത്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം വാക്കുകൾ 10,000 മറന്നാൽ നമ്മുടെ കുട്ടിക്ക് ഭൂതകാലമില്ലാതാവും. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും അമ്മയുടെ ഭാഷയാണ് മലയാളം എന്ന് പറയാൻ കഴിയുന്ന തലമുറ പോലും പഴയ തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് ഭാവത്തിലും ചിന്തയിലും രുചിഭേദത്തിൽ പോലും മലയാളിത്തം ന്യൂ ജനറേഷൻ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഭാഷയ്ക്ക് മാത്രമായി എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുക? കാൽപ്പനികമായി മാതൃഭാഷാ പ്രശ്നത്തെ സമീപിച്ചാൽ എങ്ങനെ, എത്രത്തോളം അത് പ്രാവർത്തികമാകും? ഡിജിറ്റൽ യുഗത്തിലെ മാറുന്ന മലയാളത്തെ സ്വീകരിക്കുന്നതായിരിക്കുമോ കൂടുതൽ പ്രാവർത്തികം? ആലോചിക്കാവുന്നതാണ്. പക്ഷേ അത് ആലോചിക്കാനും നമ്മൾ മലയാളികൾക്ക് വിഷുവും ഓണവും കേരളപ്പിറവിയും പോലുള്ള 1-2 അവസരങ്ങളിലെ സമയം കിട്ടൂ. കുറ്റബോധത്തോടെ അത് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.